കേരളത്തെ ഞെട്ടിച്ച രാജ്യശ്രദ്ധ നേടിയ ആ കേസിന് ഒടുവിൽ വിരാമം. 8 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിൽ മലയാള സിനിമയിലെ ജനപ്രിയ നടൻ ദിലീപിന് വിചാരണ കോടതിയുടെ ശാപമോക്ഷം. പ്രമുഖ നടിയെ കൊട്ടേഷൻ പ്രകാരം തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തി പീഡിപ്പിച്ചെന്ന കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ജില്ലാ ജഡ്ജി ഹണി എം വർഗീസിന്റെ വിധിന്യായം പ്രോസിക്യൂഷനെ ഏൽപ്പിച്ചത് കനത്ത പ്രഹരമാണ്. 3215 ദിവസങ്ങൾ നീണ്ട ഈ നിയമ നടപടിയുടെ ചരിത്രം ഇന്ത്യ കണ്ട ഏറ്റവും നീണ്ട വിധിന്യായങ്ങളിൽ ഒന്നായി മാറുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നു. സിനിമാ ലോകത്തെ ഞെട്ടിച്ച ആ ഗൂഢാലോചന എവിടെ അപ്രത്യക്ഷമായി? ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് അറസ്റ്റിലായ ഒരു ജനപ്രിയ താരത്തിന് ലഭിച്ച ഈ വിധി രാഷ്ട്രീയമായും നിയമപരമായും ചർച്ചാ വിഷയമാവുകയാണ്. ഗൂഢാലോചന മുതൽ വിധി വരെയുള്ള കേസിന്റെ നാൾ വഴികൾ ഒന്ന് നോക്കാം. 2017 ഫെബ്രുവരി 17 ഷൂട്ടിംഗ് ആവശ്യത്തിനായി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയ്ക്കിടെ അത്താണിയിൽ വെച്ചാണ് നടി ആക്രമിക്കപ്പെട്ടത്. പൾസർ സുനി ഉൾപ്പെടെയുള്ള സംഘം കൊട്ടേഷൻ പ്രകാരം നടത്തിയ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രധാന പ്രതികൾ പെട്ടെന്ന് തന്നെ പോലീസിന്റെ പിടിയിലായി. തുടർന്ന് കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് നടന്ന അന്വേഷണത്തിലാണ് 2017 ജൂലൈ മാസത്തിൽ നടൻ ദിലീപ് അറസ്റ്റിലായത്. താരത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടക്കുകയും ചെയ്ത നടപടി കേരളീയ സമൂഹത്തിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. സംഭവവുമായി ബന്ധമില്ലാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ദിലീപ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സന്ദേശം അയച്ചിരുന്നു. അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കൊച്ചിയിൽ ചേർന്ന ചലച്ചിത്ര പ്രവർത്തകരുടെ യോഗത്തിലാണ് ഗൂഢാലോചന വാദം ആദ്യമായി പരസ്യമായി ഉന്നയിക്കപ്പെട്ടത്. ദിലീപിന്റെ മുൻ ഭാര്യയായ നടി മഞ്ജു വാര്യരാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ഇവർ ഈ കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായിരുന്നു. ദിലീപിന്റെ അറസ്റ്റിന് വഴിവെച്ചതിൽ ഈ മൊഴികൾ നിർണായകമായിരുന്നു. കേസ് ഒരു വഴിത്തിരിവിലേക്ക് കടന്നത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ നിർണായകമായ വെളിപ്പെടുത്തലിലൂടെയാണ്. ദിലീപിനെതിരായ ഈ വെളിപ്പെടുത്തലുകൾ ഒരു പ്രമുഖ വാർത്താ ചാനൽ പുറത്തുവിട്ടത് വലിയ ചലനമുണ്ടാക്കി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയും ദിലീപിന്റെയും സഹയാത്രികരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തു. ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം വെളിപ്പെടുത്തിയതിലുള്ള വൈരാഗ്യമാണ് കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇത് ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയ കേസാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കേസ് കെട്ടിച്ചമച്ചതാണെന്നും താൻ നിരപരാധിയാണെന്നും ദിലീപും വാദിച്ചു. ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്ന പോലീസിന്റെ കെട്ടുകഥയാണെന്ന ദിലീപിന്റെ വാദമാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. 10 പ്രതികളുള്ള കേസിൽ 1ാം പ്രതി NS സുനി അഥവാ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. മാനഭംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി V, മണികണ്ഠൻ, VP വിജേഷ്, H സലീം, പ്രദീപ് എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഗൂഢാലോചനയിൽ പ്രധാനിയായി ആരോപിക്കപ്പെട്ട ദിലീപിന് വെറുതെ വിട്ട വിധി, പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 221 രേഖകൾ, കൂറുമാറിയ 28 സാക്ഷികൾ, നീണ്ട 8 വർഷത്തെ വിചാരണ എന്നിവയെല്ലാം ഇനി കേരളത്തിന്റെ നിയമചരിത്രത്തിൽ ചർച്ചാ വിഷയമാകും. ഒടുവിൽ ദിലീപിന്റെ വാദം ശരിയെന്ന് തെളിയിച്ച കോടതി വിധി നീതിയുടെ ഏതൊരു വാതിലാണ് തുറന്നിട്ടിരിക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ? അതോ ഗൂഢാലോചനയുടെ പിന്നാമ്പുറങ്ങൾ മാഞ്ഞുപോയോ?